കാഴ്ചയിലെ കൗതുകം കാണികൾക്ക്. ദുരിതത്തിലും മരണഭയത്തിലും നിരവധി കുടുംബങ്ങൾ. കരുമ്പിൽ ന്യൂസ് ലൈവ് പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റേഹാന. കാണുന്നവർക്ക് ഇതൊരു കൗതുക കാഴ്ചയായിരിക്കാം. എന്നാൽ കരുമ്പിൽ നമ്മൾ റോഡിലെ താമസക്കാർക്ക് ഇത് മരണഭീതിയുടെ ദൃശ്യങ്ങളാണ്. ദേശീയപാതയിൽ നിന്നുള്ള മലിനജലവും മലവെള്ളവും കൃത്യമായ ഓടകളില്ലാതെ ഈ 8 അടി വീതിയുള്ള റോഡിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ദുരിതത്തിലായത് ഒരു പ്രദേശമൊന്നാകെയാണ്. കഴിഞ്ഞ വർഷം തകർന്നത് ഭാസ്കരൻ വൈദ്യരുടെ വീടിന്റെ മതിലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കൊടപ്പന ഹംസ മാസ്റ്ററുടെ വീടിന്റെ മതിലും തകർന്നു വീണു. വീടുകളിലേക്ക് മലിനജലം ഇരച്ചു കയറുകയാണ്. താഴെ ഭാഗത്തുള്ള വീടുകളുടെ അവസ്ഥ വിവരണാതീതമാണ്. കുടിവെള്ള കിണറുകളെല്ലാം മലിനജലം നിറഞ്ഞ് ജനങ്ങൾ മാറാവ്യാധികളുടെ ഭീതിയിൽ മാത്രമല്ല ദാഹജലത്തിനായി പോലും നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാന പെരുമഴ ചൊരിയുന്ന ജനപ്രതിനിധികളുടെ വഞ്ചനയുടെ കഥയാണ് നമ്മൾ റോഡിന് പറയാനുള്ളത്. 171 മീറ്റർ ഡ്രൈനേജ് നിർമ്മിക്കാൻ 14 ലക്ഷം വകയിരുത്തിയിട്ട് പണി തുടങ്ങിയപ്പോൾ അത് 80 മീറ്ററാക്കി വെട്ടിച്ചുരുക്കി. പ്രതിഷേധിച്ച നാട്ടുകാർക്ക് തിരൂരങ്ങാടി നഗരസഭാ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കുട്ടിയും വാർഡ് കൌൺസിലർ KM മുഹമ്മദും രേഖാമൂലം ഉറപ്പു നൽകിയതാണ് ബാക്കി ഭാഗം ഒറ്റ പദ്ധതിയായി തീർക്കുമെന്ന്. എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞതോടെ ആ ഉറപ്പുകളെല്ലാം ജലരേഖയായി. അപ്പോ ഇത് നല്ല മഴയാണ്. നമ്മുടെ കിച്ചണിലൊക്കെ ഫുള്ള് വെള്ളമാണ്. കിച്ചണിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഓഫീസിലൊക്കെ ഫുള്ള് വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാങ്കി വെള്ളം ടാങ്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെള്ളം പറഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലോട്ട് വെള്ളം കയറും. ബാത്റൂമിലോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ടാങ്കൊക്കെ കണ്ണിൽ ചോരയില്ലാത്ത ഈ ചിറ്റമ്മ നയത്തിൽ പ്രതിഷേധിച്ച് വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹംസ മാസ്റ്റർ തന്റെ പാർട്ടി നേതൃത്വ സ്ഥാനം വരെ രാജിവെച്ചു കഴിഞ്ഞു. ഇനി എത്ര മതിലുകൾ തകരണം? ഇനി എത്ര വീടുകൾ വെള്ളത്തിനടിയിലാവണം അധികൃതരുടെ കണ്ണു തുറക്കാൻ? ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുകയും ജീവന് പോലും വില കൽപ്പിക്കാത്ത ഈ ജനപ്രതിനിധികൾക്കും നഗരസഭയ്ക്കുമെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധത്തിനാണ് നമ്മൾ റോഡ് പ്രദേശവാസികളും നാട്ടുകാരും ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് കരുമ്പിൽ ലൈവ്. കുട്ടോ